Welcome you all to this Commerce Easy Learning. Calicut യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom, BBA തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 മാർക്സിൻ്റെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എസ്എ ടൈപ്പും 4 മാർക്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ പ്രാവശ്യം ഒരു 7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തത്. കൂടുതലാകുമ്പോൾ നമുക്ക് ലെങ്ത്ത് അത്രയും കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ 7 വർഷത്തെ നന്നായിട്ട് പറഞ്ഞുതരാം. അതിനനുസരിച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങളത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2019 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് നെറ്റ് റിലീസബിൾ വാല്യൂ എന്നാ ചോദിച്ചിരിക്കുന്നത് 2 മാർക്സിൻ്റെ ബേസിൽ. പിന്നെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് IAS 23. അതിൽ എന്താണ് ആ 23ൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യം എഴുതാം. അതായത് 23ൽ പറഞ്ഞിരിക്കുന്നത് ബോറോയിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതെന്താണ് മാറ്റർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡസ് IAS 12 മീൻ. കണ്ടോ, അപ്പോൾ അത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓരോ സെക്ഷൻസും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് എടുത്ത് ചോദിക്കാറുണ്ട് എന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ പ്രൊവിഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ദെൻ വാട്ട് ഈസ് കണ്ടിജൻറ്റ് അസറ്റ്. ദെൻ വാട്ട് ആർ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്, എന്താണ് ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ 2019 ചോദിച്ച ചോദ്യങ്ങളാണ്. ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11. ഓക്കെ, അത് നമുക്കറിയാം റവന്യൂസ് ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്, അതായത് റവന്യൂ ആൻഡ് കോസ്റ്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആലോചിക്കണം, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലത്തെ ഏതൊക്കെയാണ് ഓരോന്ന് ഇപ്പോൾ 11 അപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പറയുന്ന എല്ലാ സെക്ഷൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് IFRS. ദെൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ലീസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസർ. ഓക്കെ, ഡിസ്കസ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ലീസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസർ. ഓക്കെ, ഇത്രയുമാണ് 2019 2 മാർക്സ് ക്വസ്റ്റ്യൻ. 2018 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഡിഫൈൻ ലീസ്. ദെൻ വാട്ട് ഈസ് വെസ്റ്റിംഗ് പീരീഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എസ്ക്രോസ് അക്കൗണ്ട്. പിന്നെ വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ. Then what is valuation balance sheet. Then what is NPA. Then ചോദിച്ചിരിക്കുന്നത് what is stock split. Then 8th one ചോദിച്ചിരിക്കുന്നത് what do you mean by come interest quotation. Then next what is NCI. പിന്നെ ചോദിച്ചിരിക്കുന്നത് what do you mean by money at call and short notice. ഓക്കെ, ഇതൊക്കെ 2018 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഇതിലിപ്പോൾ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ട് പറയാനില്ല അല്ലേ, നമുക്ക് 2019 2018 ഇല്ല. ഇനി അടുത്ത വർഷം മുമ്പുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വേറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് വൺ വാട്ട് ഈസ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻട്രീം ഡിവിഡൻഡ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്, ഇനി വരുന്നതിലുണ്ട് ഇൻട്രീം ഡിവിഡൻഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് IFRS. ഇത് നമ്മൾ 2018 കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ, IFRS. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഗവൺമെൻറ് കമ്പനി. ദെൻ വാട്ട് ഈസ് ലീസ്. ഇതും 2018 ഈ വർഷത്തിൽ സെയിം ക്വസ്റ്റ്യൻ 2 എണ്ണം റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് NPA. ഇതും 2018 റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ദെൻ വാട്ട് ഈസ് റീ ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2018 നിന്ന് നമുക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്ന സമയത്ത് 3 ക്വസ്റ്റ്യനാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണേ. 2015 2 മാർക്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ what is the journal entry to be passed by the purchasing company for making payment at liquidation expenses of the vendor company in the case of amalgamation in the nature of purchase. ഒരു നമ്മുടെ അടുത്ത് ജേണൽ എൻട്രിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് കേസിലാണ് പറഞ്ഞിരിക്കുന്നത് അറിയോ, പർച്ചേസിംഗ് കമ്പനി ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് അറ്റ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഓഫ് ദ വെൻഡർ കമ്പനി ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. റൈറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഫോർ ദ ഫോളോയിങ് സ്കീം ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ. 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഫുള്ളി പെയ്ഡ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ് ടു ആൻ ഈക്വൽ നമ്പർ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്.
The next, what are performing asset? The next question, what is money at call and short notice? Repeated question, define insurance. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇൻഷുറൻസ്. അപ്പോൾ ആ മേഖല നന്നായിട്ട് പഠിക്കണേ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്, പിന്നെ വാട്ട് ഈസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ദെൻ ചോദിച്ചിരിക്കുന്നത് മെൻഷൻ ദ സോഴ്സസ് ഫ്രം വേർ ബൈ ബാക്ക് ക്യാൻ ബി മെയ്ഡ്. ഓക്കെ. Then 2012 question paper 2 marks question, what is forfeiture of shares, then what is calls in advance, then ചോദിച്ചിരിക്കുന്നത് what is mean by purchase consideration, പിന്നെ ചോദിച്ചിരിക്കുന്നത് what is internal reconstruction, പിന്നെ ചോദിച്ചിരിക്കുന്നത് what is non banking asset, then what is NPA. കണ്ടത് 3 വർഷമായില്ലേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ what is reinsurance, repeated question, then what is TDS, then what do you mean by annuity. The next 2011th question, what is reinsurance? ഇപ്പോൾ 3 വർഷമായി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ അതായത് ഇൻഷുറൻസ് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിസർവ് ക്യാപിറ്റൽ, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗീവ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി വെൻ പ്രീമിയം എമൗണ്ട് ഈസ് കളക്റ്റഡ് എലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണി. അതായത് 2 ക്വസ്റ്റ്യനെങ്കിലും ഒരു ജേണൽ എൻട്രി എഴുതുന്ന ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഈ പറയുന്ന സ്റ്റേജസിൽ ഈ പറയുന്ന പ്രോസസ്സിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. 2 ക്വസ്റ്റ്യനെങ്കിലും വരാറുള്ളതാണ് ഇപ്പം. ദെൻ 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ലിമിറ്റഡ് പർച്ചേസ്ഡ് മെഷീനറി വർത്ത് റുപ്പീസ് 3,30,000 ഫ്രം മോഡേൺ ട്രേഡേഴ്സ്. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ദ പർച്ചേസ് കൺസിഡറേഷൻ ബി പെയ്ഡ് ബൈ ഇഷ്യൂയിങ് 15% ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10% ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്ലൈം. ഗിവ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എ ലിമിറ്റഡ്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഇതേപോലെ മുമ്പ് 2018 തന്നെ, 2018 അത് കഴിഞ്ഞിട്ടുള്ള 2017 ആ ഒരു ഇതിലാണ് 2 വട്ടം ഒരു ക്വസ്റ്റ്യൻ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ജേണൽ എൻട്രീസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഈ 2 മാർക്സ് ക്വസ്റ്റ്യൻ പറയുമ്പോഴും ജേണൽ എൻട്രീസ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ട് ജേണൽ എൻട്രീസ് എഴുതാൻ പറയാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ, ദെൻ വാട്ട് ഈസ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓൺ 31st March 2006 എ ബിൽ ഓഫ് റുപ്പീസ് 10 lakh ഈസ് ഡിസ്കണക്റ്റഡ് വിത്ത് എ ബാങ്ക് അറ്റ് 18% പെർ ആനം. ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ ബിൽ ഈസ് 30th April 2006. പാസ് ജേണൽ എൻട്രി. കണ്ടോ, ജേണൽ എൻട്രി ചോദിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഗിവ് ജേണൽ എൻട്രി ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലൈംസ് അറ്റ് ദ ബിഗിനിങ് പേയബിൾ അറ്റ് ദ ഇൻഷുറൻസ് കമ്പനി. അതായത് ഈ വർഷം തന്നെ ഇപ്പോൾ കണ്ടോ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യനിൽ തന്നെ 3 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്ന ജേണൽ എൻട്രീസ് എഴുതാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജേണൽ എൻട്രീസ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് വരുന്നത്, ഓരോ കണ്ടീഷനിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ജേണൽ എൻട്രി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ ക്വസ്റ്റ്യൻ. ദെൻ അതിൻ്റെ മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ഡബിൾ ഇൻഷുറൻസ്. ഡബിൾ ഇൻഷുറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ റിവേഷണറി ബോണസ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗിവ് ജേണൽ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി വെൻ ഷെയർസ് ആർ ഫോർഫീറ്റർ ഇഷ്യൂഡ് അറ്റ് പാർ. ഓക്കെ, ജേണൽ എൻട്രി ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓൺ 1st January 2000 എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 30,000 15% ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 10 ഈച്ച് at a discount of 5% redeemable on 31st December 2004 at a premium of 7%. Give journal entry in the books of the company on redemption of debentures. Okay, പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം what do you mean by subdivision of shares. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് how will you ascertain the intrinsic value of a share. ഓക്കെ, ഇപ്പോൾ എന്തായാലും ജേണൽ എൻട്രി ഇതിപ്പോൾ മുമ്പ് ഈ വർഷത്തെ ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചതൊക്കെ വെയിറ്റേജ് ഉള്ള സമയത്തായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ സിലബസ് ഒക്കെ മാറ്റുന്നതിൻ്റെയൊക്കെ കുറേ മുമ്പുള്ളതാണ്. 2015 മുമ്പ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അപ്പോൾ അതിലെ വെയിറ്റേജ് കാര്യങ്ങളാണ് ഉള്ള ക്വസ്റ്റ്യൻസ്. എങ്കിലും നമ്മൾ ആ പറയുന്ന വെയിറ്റേജിൻ്റെ ആണെങ്കിലടക്കം നമുക്ക് ഇപ്പോൾ ഏത് പാറ്റേണിലാണ് വരുന്നത് 2 മാർക്സിൻ്റെ ബേസിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ്. ഡേറ്റ് ഓഫ് ദ ബിൽ 30th January 2006. Amount rupees 40,000. Period of the bill 5 months. Rate of discount 16%. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബിൽ ഡിസ്കൗണ്ടിങ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഗീവ് ജേണൽ എൻട്രി ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലൈംസ് അറ്റ് ദ ബിഗിനിങ് പേയബിൾ ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ബാലൻസ് പോർഷനും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.